നമസ്കാരം. രാജ്യത്ത് ബെറ്റിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇതിനു മുമ്പും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പല ബെറ്റിംഗ് ആപ്പുകൾക്കും ചൈനീസ് കമ്പനികളുമായും ചൈനീസ് അധോലോകവുമായും ബന്ധമുണ്ട് എന്നുവരെ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിരുന്നു. അതായത് ഈ കുട്ടികളെ പോലും വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്ന രീതിയിൽ ബെറ്റിംഗ് ആപ്പുകൾ വളർന്നു വരിക, ഈ ആപ്പുകളിലൂടെ ചൂത് കളിക്കുന്നവർക്ക് വൻതോതിൽ പണം നഷ്ടപ്പെടുക, ഈ പണം ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുക, അത് പലപ്പോഴും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഈ ബെറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തായി കേന്ദ്ര സർക്കാരും മറ്റ് അന്വേഷണ ഏജൻസികളും നടത്തിയ അന്വേഷണങ്ങളിൽ കണ്ടെത്തിയത്. ആ ബെറ്റിംഗ് ആപ്പുകളുമായി ആരൊക്കെ പങ്കുചേർന്നിട്ടുണ്ടോ, ആ ബെറ്റിംഗ് ആപ്പുകൾ നാട്ടുകാരെ പറ്റിക്കുമ്പോൾ ഇതിൽ ഈ പറ്റിക്കലിൽ ആരൊക്കെ ഒപ്പം നിന്നിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടും ED അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതിൽ ഈ ബെറ്റിംഗ് ആപ്പുകളുമായി ഏറ്റവും ചേർന്ന് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബെറ്റിംഗ് ആപ്പുകളെ ഇന്ത്യൻ സമൂഹത്തിൽ കൂടുതൽ പ്രചരണം നേടിക്കൊടുക്കുന്നത് ടെലിവിഷൻ സിനിമാ താരങ്ങളാണ്. ഇങ്ങനെ നിരവധി ബോളിവുഡ് ടെലിവിഷൻ സിനിമാ താരങ്ങൾക്കെതിരെ ഈ അടുത്ത കാലത്ത് ED കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോഴിതാ തെന്നിന്ത്യൻ സിനിമാ താരങ്ങൾക്കെതിരെയും സീരിയൽ താരങ്ങൾക്കെതിരെയും EDയുടെ അന്വേഷണം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രശസ്തരായ വ്യക്തികൾക്കെതിരെയാണ് ഇപ്പോൾ ED ECIR എന്ന പ്രാഥമിക വിവര റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. FIRന് സമാനമായി ED ഫയൽ ചെയ്യുന്ന ഒരു പ്രാഥമിക വിവര റിപ്പോർട്ടാണ് ECIR. ഈ ECIR ഫയൽ ചെയ്തിരിക്കുന്നത് 29 പേർക്കെതിരെയാണ്. ഈ 29 പേരിൽ പ്രധാനികൾ ആരാണ് എന്ന് ചോദിച്ചാൽ കടുത്ത BJP വിരുദ്ധനായ, കേന്ദ്ര സർക്കാരിനെതിരെ എപ്പോഴും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രകാശ് രാജ് ആണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് റാണ ഡഗ്ഗുപാട്ടി, അതുപോലെ തന്നെ വിജയ് ദേവരകൊണ്ട. ഇങ്ങനെ നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ EDയുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്നത്. അവർ ദീർഘകാലം ഇവരെ നിരീക്ഷിച്ചിട്ടുണ്ട്, ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10-15 വർഷം മുമ്പാണ് ഇവർ ഈ ബെറ്റിംഗ് ആപ്പുകളുമായി, അതിൽ പല ആപ്പുകളും ഇപ്പോൾ നിരോധിച്ച ആപ്പുകളാണ്, ഈ ബെറ്റിംഗ് ആപ്പുകളുമായി ഇവർ സന്ധി ചേരുന്നത്, ഇവർ കരാർ ഒപ്പുവയ്ക്കുന്നത്. ഈ കരാർ അനുസരിച്ച് ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യത്തിൽ ഇവർ അഭിനയിക്കുന്നു. ഇവർ ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം യുവതീ യുവാക്കളും കുട്ടികളും അടക്കമുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവരുടെ ഇരയാകുന്നു. ഈ ബെറ്റിംഗ് ആപ്പുകളുടെ പല ആപ്പുകളുടെയും ലിങ്കുകളിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഇന്ത്യ നിരോധിച്ചിട്ടുള്ള വിദേശ സൈറ്റുകളിലേക്കായിരിക്കും. അവർ അവിടെ നിന്നും ഇന്ത്യക്കാരുടെ പണം സൈബർ ഇടങ്ങളിലൂടെ ചോർത്തിയെടുക്കുന്നു. ഇങ്ങനെ ചോർത്തിയെടുക്കുന്നതിൻ്റെ ഒരു ഭാഗം ഈ പറയുന്ന സെലിബ്രിറ്റികൾ നൽകിയിട്ടുണ്ട് എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. വെറുതെ ഞങ്ങൾ അവർക്ക് വേണ്ടി പരസ്യം ചെയ്തു എന്നേ ഉള്ളൂ, അവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരാണ് ശിക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഈ പറയുന്ന സെലിബ്രിറ്റികൾ പറയുന്നുണ്ട് പലരും. പക്ഷേ അങ്ങനെയല്ല. വെറുതെ ഒരു അംബാസഡർ ആവുക മാത്രമല്ല, ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം വാങ്ങി പരസ്യം ചെയ്യുക മാത്രമല്ല, അവരുടെ ഭാഗത്തു നിന്നും, ഇത്തരം കമ്പനികളുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഈ താരങ്ങൾ പല ഘട്ടങ്ങളിലായി പണം വാങ്ങിയിട്ടുണ്ട്. ഇത് കള്ളപ്പണമാണ്, കള്ളപ്പണ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ താരങ്ങളെല്ലാം തന്നെ വയലേഷൻ ഓഫ് പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് എന്ന ഇന്ത്യയുടെ ഒരു നിയമം കൂടി ലംഘിച്ചിരിക്കുന്നു എന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. പ്രകാശ് രാജിനൊക്കെ എതിരെ ഇത്തരത്തിലൊരു ED നീക്കം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയ ചർച്ച, ഒരു രാഷ്ട്രീയ ചർച്ച തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായേക്കാം. കാരണം പ്രകാശ് രാജ് മോദി വിരുദ്ധനായ നിലപാടെടുക്കുന്ന ഒരു നടനാണ്. പലപ്പോഴും BJP സർക്കാരിനെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു നടനാണ്. കോൺഗ്രസിനെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു നടൻ കൂടിയാണ്. ആ നടനെതിരെയാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം വരുന്നത്. പക്ഷേ ED പറയുന്നത് ഇതിൽ രാഷ്ട്രീയ സ്വാധീനമൊന്നും തന്നെയില്ല, അവരുടെ കയ്യിൽ വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. കാരണം ഈ ബെറ്റിംഗ് ആപ്പുകൾ പല ഘട്ടങ്ങളിലായി നടീനടന്മാർക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഇത് കപട സൈറ്റുകളാണ്, കബളിപ്പിക്കലാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരുമായി സഹകരിച്ചു എന്നതാണ് ഇവർ ചെയ്ത തെറ്റ് എന്നും ED വിലയിരുത്തുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ
പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.